ഓഗി, സുഖമല്ലേ? സുഖമാണ് ബിഗ് ബോസ്. ഇന്നത്തോടെ ആദ്യ ആഴ്ച കഴിഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ചയിലെ ക്യാപ്റ്റൻ നിങ്ങളെ ആക്കാനാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത്. നന്ദിയുണ്ട് ബിഗ് ബോസ്, എന്നെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനാക്കി മാറ്റിയല്ലേ. ആഴ്ചയിലെ ക്യാപ്റ്റനായ നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്, സീക്രട്ട് ടാസ്ക്. അതായത് ഈ ആഴ്ചയിലെ നോമിനേഷനിലുള്ള 4 പേരെ ഡയറക്റ്റ് നോമിനേഷനിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സഹായിയും കൂടെ വിളിക്കാവുന്നതാണ്. അയാളെ വിളിച്ചുകൊണ്ട് തന്നെ കൺവെൻഷൻ റൂമിലേക്ക് വരിക. ഡോറിമോനെ, നിനക്കൊരു കാര്യം അറിയാമോ? ബിഗ് ബോസ് ആണെങ്കിൽ ഒരു സീക്രട്ട് ടാസ്ക് തന്നിരിക്കുകയാണ് നമുക്ക്. അതുകൊണ്ടല്ലേ ഈ ആഴ്ചത്തെ സെക്കൻഡ് വീക്ക് ക്യാപ്റ്റനായിട്ട് എന്നെയാണ് ബിഗ് ബോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തന്നെ ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് തന്നിരിക്കുകയാണ്. അതായത് നമ്മൾ 4 പേര് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നീയും ഞാനും ഈ നിമിഷം ഇപ്പോൾ കൺവെൻഷൻ റൂമിലേക്ക് പോകുന്നതായിരിക്കും. നീ ഒന്നും ആലോചിക്കേണ്ട, വാ നമുക്ക് കൺവെൻഷൻ റൂമിൽ പോയി തീരുമാനിച്ച് 4 പേരെ നോമിനേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ രേഖ നോമിനേറ്റ് ചെയ്യണമെന്ന്. ബെല്ലയും റപ്പുൻസലും വാൾട്ടറും പിന്നെ നമുക്ക് ടോമിനെയും കൂടെ നോമിനേറ്റ് ചെയ്യാം. ബിഗ് ബോസ് ഞങ്ങളുടെ തീരുമാനപ്രകാരം 4 പേര് ഞങ്ങൾ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുകയാണ്. ബെല്ല, റപ്പുൻസൽ അവർ ഗ്രൂപ്പിസം കളിക്കുകയാണ്. ഗ്രൂപ്പിസത്തിൻ്റെ ബേസിൽ ഞങ്ങൾ അവരെയാണ് പറയുന്നത്. മൂന്നാമത്തത് വാൾട്ടറാണ്. വാൾട്ടർ എന്താ പറയുക, ഒരു ഫേക്ക് ഗെയിമർ അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ഗെയിമറിനെ പോലെയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും ലാസ്റ്റ്ലി ടോമാണ്. കാരണം ടോം ഒരു എന്താ പറയുക, ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ പല ഗെയിമുകളും നിസ്സാരമായി എടുക്കുകയാണ്. അങ്ങനത്തെ ഒരു ഗെയിമിനോട് ആവശ്യമില്ല.